ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് വളരെ ഈസി ആയിട്ടും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അയലമീൻ മിളകിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇത് നല്ല തിക്ക് കറി വേണ്ടവർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റിയൊരു കറിയാണ്. നല്ല കറിയൊക്കെ നല്ല കൂടുതൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ രീതിക്ക് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 തക്കാളി എടുത്തിട്ടുണ്ട്. ഈ തക്കാളി ഒന്ന് ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കുക. അതുപോലെ തന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്, അതും കൂടി ഇതുപോലെ കഷ്ണങ്ങളാക്കി എടുക്കാം കേട്ടോ. ഇനി ഇത് രണ്ടും കൂടി ഒരു പാത്രത്തിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് അതൊന്ന് നന്നായി ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം ഇതിൻ്റെ റോസ് സ്മെല്ല് മാറുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പം സവാളും തക്കാളിയൊക്കെ നല്ല വേവണ വരെ ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ ഇനി ഞാനിവിടെ ഒരു 6 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അതൊന്ന് കുറച്ച് തിളച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ചെയ്തെടുക്കുന്നതുകൊണ്ട് മുളകിൻ്റെ ആ കുത്ത് സ്മെല്ലും ടേസ്റ്റും ഒക്കെ ഒന്ന് മാറി കിട്ടും. നല്ലൊരു ടേസ്റ്റായി കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി. അതുപോലെ തന്നെ ഇവിടെ ഉണങ്ങിയ മാങ്ങയാണ് എടുത്തിട്ടുള്ളത്, മാങ്ങാത്തോലി. അപ്പോൾ അതും കൂടി ഇവിടെ കുതിർത്താൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി സവാളും തക്കാളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാം കേട്ടോ. തക്കാളിയുടെ തൊലി വയറിന് നല്ലതല്ല എന്ന് പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പം ഞാൻ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സവാളും തക്കാളിയൊക്കെ ഒന്ന് മിക്സിയിലിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കും വേണം. അപ്പോൾ ഇത് നന്നായി ചൂടാറിയിട്ട് വേണം അടിച്ചെടുക്കാൻ. ഇനിയിപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ ഇതിലുള്ള വെള്ളം നമ്മൾ മാറ്റി വെച്ച ശേഷം അതിലേക്ക് സാധാ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് പച്ചവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോൾ കുഴപ്പമുണ്ടാവില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാറി കിട്ടും. എന്നിട്ട് ആ മാറ്റി വെച്ച വെള്ളം പിന്നീട് ഒഴിച്ചു കൊടുത്താലും മതി. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ചില്ലി പേസ്റ്റും കൂടി ഇതിലിട്ടിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഓൾറെഡി സവാളും തക്കാളിയൊക്കെ നല്ല കുക്കായത് കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ തന്നെ മിക്സിയിൽ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. അപ്പോൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കുക. ഇനി അതൊരു ചട്ടിയിലോട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഈ മിക്സി ഒന്ന് നന്നായി കഴുകിയിട്ടുള്ള വെള്ളം കൂടി അതിലേക്ക് ചേർക്കുക. അപ്പോൾ അതാകുമ്പോൾ നല്ല ലൂസായി കിട്ടും കറി. അതുപോലെ തന്നെ നേരത്തെ മാറ്റി വെച്ച മാങ്ങാത്തോല് ഉണ്ടല്ലോ, അതും കൂടി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ നേരത്തെ കഴുകി മാറ്റി വെച്ചതാണ്, എന്നിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ ഇതിൽ കുതിരാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതും കൂടി ചേർക്കുക. മാങ്ങാത്തോല് ഇട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ കറിക്ക് വരുന്നത്. ഇനി നമുക്കതില്ലെങ്കിൽ പുളി ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ എന്താണ് പുളിക്ക് വേണ്ടി നമ്മുടെ കയ്യിലുള്ളത് അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഞാൻ ഇതുപോലെ പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം അതൊന്ന് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കൂടി എടുത്തിട്ടുണ്ട്. അതൊന്ന് ചതക്കിയെടുക്കുക കേട്ടോ. ഇനി കറി ഒന്ന് നന്നായി തിളച്ച് വരുമ്പോൾ അതിട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ കറി ഇവിടെ നല്ല തിളച്ച് വരുന്നുണ്ട്. അപ്പം അതിലേക്ക് വേപ്പിലും വെളുത്തുള്ളിയും പിന്നെ അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പം നല്ല തിളച്ച് വരുമ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. അതാകുമ്പോൾ നല്ലൊരു ടേസ്റ്റിന് കിട്ടും കേട്ടോ കറിക്ക്. അപ്പം നന്നായി ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് മീൻ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം മീൻ ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതൊന്ന് നന്നായി ഒന്ന് നടുഭാഗം ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതാകുമ്പോൾ മസാല ഒക്കെ നല്ല ഉള്ളിൽ പിടിക്കും. അപ്പം ഞാൻ 2 കഷ്ണാക്കിയിട്ടില്ല മീൻ. അങ്ങനെ ആകുമ്പോൾ ഇത് അധികം വലിപ്പമുള്ളതല്ല, അതുകൊണ്ട് തന്നെ ഒരു ഭംഗി ഉണ്ടാവില്ല കാണാൻ. അപ്പം ഞാൻ ഇങ്ങനെ രീതിയിലാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 സൈഡൊന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതാകുമ്പോൾ മസാല ഒക്കെ നന്നായി ഉള്ളിൽ പിടിക്കുകയും ചെയ്യും. മീനിൻ്റെ ആ ടേസ്റ്റൊക്കെ നന്നായി കിട്ടും ചെയ്യും കേട്ടോ. മസാലയുടെ ടേസ്റ്റൊക്കെ മീനിൽ നന്നായി പിടിക്കുകയും ചെയ്യും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ മീനെല്ലാം ഇട്ട് കൊടുത്ത ശേഷം നന്നായി മുങ്ങി കിടക്കുന്ന രീതിയിൽ മീനൊക്കെ യോജിപ്പിച്ചെടുക്കുക. അതാവുമ്പോൾ മസാല ഒക്കെ നന്നായി തന്നെ മീനിൽ പിടിക്കും ചെയ്യും. ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും ചെയ്യും കേട്ടോ. അപ്പോൾ കറി നന്നായി ഒന്ന് തിളച്ചെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലുള്ള ഉപ്പും കൂടി ചേർക്കാം കേട്ടോ. ഈ ടൈമിലാണ് ഞാൻ ഉപ്പ് ചേർക്കാറ്. അതാവുമ്പോൾ മീനിൽ നന്നായി പിടിക്കും ചെയ്യും കറിയൊക്കെ നല്ല ടേസ്റ്റി ആവും. അപ്പോൾ മീൻ നന്നായി തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ഇതൊന്നും ഇങ്ങനെ മൂടി വെച്ച് വേവിക്കാം കേട്ടോ. അപ്പോൾ ചെറിയ തീയിൽ വേണം ഇതൊന്ന് വേവിച്ചെടുക്കാൻ. അതാവുമ്പോൾ മീനിൻ്റെ ഉള്ളൊക്കെ നന്നായി വെന്ത് കിട്ടും ചെയ്യും. മസാല നന്നായി മീനിൽ പിടിക്കും. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഉള്ളി ഒന്ന് കാച്ചിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തുമ്മിക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ പാൻ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയാണ് നല്ലത്. ഇനി നമുക്ക് ഈ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ. ബ്രൗൺ കളറാണ് വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പം മീനിലേക്ക് ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉലുവയും കടുകും കൂടി വറുത്ത് പൊടിച്ചതാണ്, അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നല്ലൊരു സ്മെല്ലും ടേസ്റ്റും വരുന്നുണ്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ അതും കൂടി ഞാൻ ചേർക്കാറുണ്ട് കേട്ടോ. അതുപോലെ തന്നെ തൂമിക്കണ്ണിലേക്ക് 2 മണി ഉലുവ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഉലുവ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. മീനിന് നല്ലൊരു ടേസ്റ്റ്. എന്താ വെച്ചാൽ അതിൻ്റെ ഒരു ഉടുമ്പ് സ്മെല്ലൊക്കെ ഉണ്ടാവില്ല, മീനിൻ്റെ ആ സ്മെല്ലും ടേസ്റ്റൊക്കെ ഒന്ന് പോയി കിട്ടി നല്ല ടേസ്റ്റ് ആയിട്ട് വരും.
അപ്പോൾ ഇങ്ങനെ ഉലുവ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ മീനിൽ. അതുപോലെ തന്നെ 2-3 വറ്റൽമുളക് ഒന്ന് പൊട്ടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തെടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഉള്ളി തൂമിക്കുമ്പോൾ ഉള്ളി നല്ല ബ്രൗൺ കളറായണ വരെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അതാവുമ്പോഴാണ് നല്ല കറിക്ക് ടേസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് മൂപ്പിച്ചെടുത്തത് നമുക്ക് ചൂടോടെ തന്നെ കറിയിലേക്ക് ഒഴിക്കാം കേട്ടോ. അപ്പോൾ ഇനി നന്നായി ഒന്ന് കൈ വെച്ച് ചുറ്റിച്ചെടുക്കുക. അപ്പോൾ കയ്യിൽ വെച്ച് ഇളക്കണേക്കാളും നല്ലത് ഇങ്ങനെ ചുറ്റിച്ചെടുക്കുന്നതാണ്. എന്നിട്ട് അതൊരു 10-15 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ കറി നല്ല ടേസ്റ്റിയായി വരും. കറി ഉണ്ടാക്കിയ പാട് കഴിക്കണേക്കാളും ടേസ്റ്റ് ഒരു 10-15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത ശേഷം കുറച്ച് ടൈം എടുത്തിട്ട് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് കുറച്ച് കൂടുതൽ ടേസ്റ്റ്. ചില സമയത്തൊക്കെ നമ്മൾ തലേദിവസത്തെ കറിയൊക്കെ കൂട്ടുമ്പോൾ നല്ല ടേസ്റ്റായി തോന്നാറുണ്ട്. അപ്പോൾ നമ്മൾ കറിക്കൊന്ന് ഇരുന്ന് പഴക്കം വരുമ്പോഴാണ്, അതായത് ഒരു കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ കറി ഉണ്ടാക്കിയ പാട് തന്നെ കൂട്ടുമ്പോൾ അത് വലിയ ടേസ്റ്റായിട്ട് തോന്നില്ല. കുറച്ച് നേരം ഒന്ന് ഇരുന്ന ശേഷം നമുക്ക് കഴിക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവാറ് കേട്ടോ സാധാരണയായിട്ട്. അങ്ങനെ നമ്മുടെ ഫിഷ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല മിളക് കറിയാണ്. നല്ല കറിയൊക്കെ കൂടുതൽ വേണ്ടവർക്കും അതുപോലെ നല്ല തിക്ക് കറി വേണ്ടവർക്കൊക്കെ നല്ല ട്രൈ ചെയ്യാൻ പറ്റിയൊരു കിടിലൻ കറിയാണ്. ചോറിൻ്റെ കൂടെ ഈ ഒരു കറി മാത്രം ഉണ്ടെങ്കിലും അടിപൊളിയായിട്ട് ചോറിഞ്ഞ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. കൂടെയുള്ള കുഞ്ഞ് ബെല്ലൈക്കണും കൂടി പ്രസ് ചെയ്യാൻ മറക്കരുത്. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ടേക്ക് കെയർ. ബൈ.